ഇങ്ങനെയുള്ള മക്കളെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണത്രേ. ആൻഡ് ഇതിന്റെ കൂടെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആഡ് ചെയ്യുന്നത്, ചേട്ടനുണ്ട്, അമ്മ, ഭാര്യ, ചേച്ചിമാർ. ഹൈ ഗൈസ്, ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചേച്ചി പീരീഡ്സ് ആവുന്ന സമയത്ത് അനിയന്റെ അടുത്ത് ഈ പീരീഡ്സിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ. ഇത് ചെയ്യാൻ എനിക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അപ്പം ഞാൻ ആ കോണ്ടെക്സ്റ്റ് പറയാം. സംഭവം ഇതാണ്. ഒരു ഇൻസ്റ്റയിൽ ഞാൻ കണ്ടൊരു റീലാണ്. അതിൽ ഫസ്റ്റ് ഒരു അമ്മ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക് സ്പീച്ചിൻ്റെ ഇടക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാണ്. അതായത് ഈ അമ്മയ്ക്ക് വയ്യാതെ ആവുന്ന സമയത്ത് അമ്മയുടെ മുഖം കാണുമ്പോൾ, അതായത് അമ്മയ്ക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് അമ്മയുടെ മുഖം കാണുമ്പോൾ മോന് മനസ്സിലാവും ദാറ്റ് അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണ്, സോ ദാറ്റ് ഹി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഹർ. ഇത് ഇത്രയും പ്രൗഡായിട്ട് അമ്മ പറയുന്ന ഒരു വീഡിയോനെ ഒരു ആവശ്യവുമില്ലാണ്ട് ചേട്ടൻ ഒരു മാസ് BGM ഇട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിയാക്ട് ചെയ്യുമ്പോൾ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, അമ്മയുടെ മുഖം കണ്ട് പീരീഡ്സ് ആയി എന്ന് നിനക്ക് മനസ്സിലാവുമെങ്കിൽ ഇങ്ങനെയുള്ള മക്കളെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണത്രേ. ആൻഡ് ഇതിന്റെ കൂടെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആഡ് ചെയ്യുന്നത്, ചേട്ടനുണ്ട്, അമ്മ, ഭാര്യ, ചേച്ചിമാർ. ഭാര്യ ഉണ്ടാകുന്നോന്ന് പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. അമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഇതുവരെ പീരീഡ്സ് എന്ന വാക്ക് പോലും വീട്ടിൽ പറയാറില്ല, പറഞ്ഞിട്ടില്ല. ഒരു പാഡ് വാങ്ങാൻ ചേട്ടനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചേട്ടൻ പ്രൗഡായിട്ട് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം. അത് തന്നെയാണ് കുഴപ്പം. പറഞ്ഞു കൊടുക്കണമായിരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ബുദ്ധിമുട്ടും വേദനയും വിഷമമൊന്നും ചേട്ടൻ അറിഞ്ഞൂടാ. നിങ്ങളെന്താ പറഞ്ഞു കൊടുക്കാത്തേ? അതിൽ നിങ്ങളുടെ മാത്രം കുറ്റമല്ല. കാരണം ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, എനിക്കൊക്കെ കുഞ്ഞിലെ പീരീഡ്സ് ആകുമ്പോൾ പാഡ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഉമ്മി പറയും അത് ബ്രെഡിൻ്റെ പാക്കറ്റാണ്, എൻ്റെ അനിയൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ. എന്നിട്ട് അവന് കൊടുക്കാണ്ട് ബ്രെഡ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വഴക്ക് വേറെ. ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ബ്രെഡല്ല. അവൻ ഭയങ്കര വലുതല്ല, ഞാനും എനിക്കും വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ എന്നാലും കോമൺ സെൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം.